ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ലോങ് ഡ്രസ് കളക്ഷന്റെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പൊ മിക്ക ആളുകളും പുറത്തൊക്കെ പോകുമ്പോൾ ലോങ് ഡ്രസ്സുകൾ അല്ലെങ്കിൽ മാക്സി ഡ്രസ് 3/4 ഡ്രസ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അത് നന്നായി സ്യൂട്ട് ആവുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ എനിക്കും അതുപോലെ തന്നെ ലോങ് ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ റെഗുലർ ആയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് തന്നെ ഇടാറ്. ഈ ഡ്രസ്സുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുർത്തി അല്ലെങ്കിൽ അനാർക്കലി പോലത്തെ ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലൈഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും അല്ലട്ടോ. സിമ്പിൾ ആയിട്ടുള്ളത് തിൻ ഫാബ്രിക്കിൽ റെഗുലർ ആയിട്ട് നമുക്ക് പുറത്തു പോകുമ്പോൾ ഇടാൻ പറ്റാവുന്ന ഒരു സെറ്റ് ഓഫ് ഡ്രസ്സുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡ്രസ്സുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഈ കളക്ഷൻ ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ ഫസ്റ്റ് ഡ്രസ്സ്. ഇത് ഞാൻ പലതവണ ഇട്ടിട്ടുണ്ട്. എന്റെ ഒരു വീഡിയോയിലൊക്കെ ഇത് ഉണ്ട് കേട്ടോ. ഇതിട്ടിട്ട് ഇതിന്റെ പ്രിന്റ് നല്ല ഫ്ലോറൽ പ്രിന്റില് നല്ല കംഫർട്ടബിൾ ആണ്. ഇതിന്റെ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഹൈലൈറ്റ്. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ്. നല്ല സുഖമാണ് ഇടാനായിട്ട്. ഇത് ഇതുപോലെ ഒരു വീനെക്കിൽ വരുന്നതാണ്. മിഡിലിൽ ഇതുപോലെ ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു എലാസ്റ്റിക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ച് അത് ടൈറ്റ് ആയി നിന്നു. ഇതാണ് കേട്ടോ എന്റെ സെക്കൻഡ് ഡ്രസ്. ഇതും ഇതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോൾക്ക ഡോട്ട്സ് വരുന്ന ഡ്രസ്സാണ്. ഇത് നേരത്തെ ഡ്രസ്സ് പോലത്തെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക് അല്ല കേട്ടോ. ഇത് നോർമൽ ഫാബ്രിക് ആണ്. തിൻ ഫാബ്രിക് ആണ്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാനായിട്ട്. പക്ഷെ അത് ഒട്ടും സീത്രൂ അല്ല കേട്ടോ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൈയാണ് കേട്ടോ. ഭയങ്കര പഫി ആയിട്ടുള്ള കൈയാണ്. ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് വരുന്നത് ഇതുപോലെ തന്നെ 3/4 ലെങ്ത്തിലും കുറച്ച് മേലെയാണ്. മുട്ടിൽ കുറച്ച് താഴെ നിൽക്കുന്ന ഡ്രസ്സാണ്. നല്ല ഒരു പാർട്ടി വെയർ ഒക്കെ പോലെ യൂസ് ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതിന്റെ നെക്ക് ഒരിത്തിരി ഓപ്പൺ വൈഡ് ആയിട്ടുള്ള നെക്കാണ്. പക്ഷെ ഇത് ഇട്ട് വരുമ്പോ ഓക്കെയാണ്. പക്ഷെ ഇടയ്ക്ക് ഞാൻ ഇത് പിൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അധികം താഴേക്ക് നിൽക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് ടക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇത്. എനിക്ക് ഇതുപോലത്തെ കുറെ സെറ്റ് ഉണ്ട് ഒരേ ടൈപ്പിൽ വരുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ പ്രിന്റ് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഈ ഡ്രസ്സിന് വേണമെങ്കിൽ നമുക്ക് അടിയിൽ ഒരു പാന്റോ അല്ലെങ്കിൽ ലെഗിൻസോ അല്ലെങ്കിൽ ജീൻസോ ഇട്ടാലും ഇത് സ്യൂട്ടായി പോകട്ടോ. നേരത്തെ കാണിച്ച ഡ്രസ്സിനൊന്നും അത് ഇടേണ്ട കാര്യമില്ല. അത് ഇട്ടാൽ ചിലപ്പോൾ അതിന്റെ ഭംഗി പോകും. ഇതിന് വേണമെങ്കിൽ നമുക്ക് മാച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഇടാറുണ്ട്. ഭംഗി ഉണ്ടാവും. ഇത് ഇതുപോലെ തന്നെ നല്ല തിന്നായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. കണ്ടില്ലേ? ഇത് മിഡിലില് ഇലാസ്റ്റിക് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ഇങ്ങനെ ഇത്തിരി ലൂസായി കിടക്കാൻ പറ്റില്ല. ഭംഗി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അടുത്ത ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കളറാണ്. എനിക്ക് ഇങ്ങനത്തെ റെഡിഷ് കളറിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. റെഡ് അതുപോലെ തന്നെ മെറൂൺ മർസാല കേട്ടോ എന്റെ ഏറ്റവും ഫേവറേറ്റ് കളർ. മെറൂൺ ടൈപ്പ് അതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് കളർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളർ. ഈ റെഡ് ഈ ഡ്രസ്സ് ഒരു പാർട്ടി വെയർ പോലത്തെ ഡ്രസ്സാണ്. കണ്ടു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. പക്ഷെ ഇത് പാർട്ടി വെയർ പോലത്തെ ഡ്രസ്സാണ്. ഇതിന്റെ മെറ്റീരിയൽ ഇതുപോലെ തന്നെ ഭയങ്കര സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ നെക്ക് ഇതുപോലത്തെ തന്നെ നെക്ക് പോലത്തെ വരുന്നതാണ്. ചെറിയ കയ്യില്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ. ഇതിന്റെ സൈഡിൽ ഒരു സ്ലിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇത് പ്രത്യേകത. നല്ല ഭംഗിയുണ്ട്. ഇതൊരു പാർട്ടി വെയർ പോലത്തെ ഡ്രസ്സാണ് കേട്ടോ. നല്ല ലെങ്ത് ഉള്ള ഒരു ഡ്രസ്സാണ്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അടുത്തതാണ് ഈ ഒരു ഡ്രസ്സ് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്ത ഡ്രസ്സാണ്. ഇത് നല്ല ചീപ്പ് റേറ്റിൽ കിട്ടിയിട്ട് എനിക്ക്. ഇത് ഞാൻ ആദ്യം മേടിച്ച് പർച്ചേസ് എനിക്ക് തോന്നി വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോ ഡാമേജ് ആവുമെന്ന്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. നല്ല ഇപ്പോഴും അതേ പവറിൽ തന്നെ നിൽക്കുന്ന ഒരു ഡ്രസ്സ് ഉണ്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് ഇതുപോലെ തന്നെ നല്ല തിന്നായിട്ടുള്ളതാണ്. പക്ഷെ ഇത് ഒട്ടും സീത്രൂ അല്ല കേട്ടോ. ഇത് മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ്, തിന്നാണ്. പക്ഷെ സീത്രൂ അല്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡ്രസ്സാണ്. ഇതിന്റെ കൈയാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കെട്ടും ഇതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ വരുന്ന ഒരു സ്ലിറ്റ് ഇത് എനിക്ക് ഭയങ്കര ഭംഗി പോലെ തോന്നിട്ടോ. അത് അധികം ഫ്ലയേർഡ് അല്ല. പക്ഷെ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡ്രസ്സാണ് കേട്ടോ. ഇതിനടിയിൽ വേണമെങ്കിൽ ഒരു ലെഗിൻസോ അല്ലെങ്കിൽ ജീൻസോ വെച്ച് പെയർ ചെയ്യാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള ഡ്രസ്സ്. അടുത്ത ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു പ്രോപ്പർ പാർട്ടി വെയർ പോലത്തെ ഡ്രസ്സാണ്. സിമ്പിൾ ആണ്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ഫീറ്റ് ലെങ്ത് വരെ വരുന്ന ഒരു ഡ്രസ്സാണ്. എനിക്ക് നല്ല ലെങ്ത് ഉള്ള ടൈപ്പ് ഒരു ഡ്രസ്സാണ്. പിന്നെ മെറ്റീരിയലും അതെ നല്ല തിന്നായിട്ടുള്ള ഫാബ്രിക് ആണ്. നല്ല കംഫർട്ടബിൾ ആണ്. ഇതും ഇതുപോലെ തന്നെ കൈ ചെറിയൊരു പഫുള്ള കൈയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ടൈപ്പ് ഡ്രസ്സാണ്. ഈ ഒരു ബെല്ലിയുടെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഷേപ്പ് വരുന്ന ഈ ഭാഗത്ത് ഇത് കുറച്ച് ടൈറ്റ് ആണ് കേട്ടോ. നല്ല ടൈറ്റില് സിബ് ഇട്ട് കൊടുക്കണം. അപ്പൊ നല്ല നല്ല ഭംഗിയിൽ നിൽക്കും. പിന്നെ ഇതിന്റെ അരയിൽ ഇതുപോലെ ഒരു ബെൽറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഈ ഒരു ബെൽറ്റും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡ്രസ്സാണ്. എന്റെ അടുത്തൊരു ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇത് എനിക്ക് ഇതിന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പീച്ച് ഒരുവിധം എല്ലാ ആളുകൾക്കും ചൂട്ടാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കളറാണ്. ഇതുപോലെ തന്നെ ഇതും നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. ഭയങ്കര സ്ട്രെച്ചബിൾ ഫാബ്രിക്കിൽ വരുന്ന ഡ്രസ്സാണ്. ഇതുപോലെ തന്നെ യൂനെക്കിൽ വരുന്ന ഡ്രസ്സാണ്. ഇതും എനിക്ക് 3/4 ലെങ്ത് വരെ വരുന്ന ഡ്രസ്സാണ്. സിമ്പിൾ ആണ്. വേറെ അധികം എക്സ്ട്രാ വർക്കൊന്നുമില്ല. ഇതുപോലത്തെ സ്ട്രെച്ച് ആയിട്ടുള്ള ബനിയൻ സ്റ്റഫിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് ഡ്രസ്സാണ്.
അപ്പൊ അടുത്ത ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അല്ലെങ്കിലും ബ്ലാക്ക് വൈറ്റ് സ്ട്രൈപ്പിൽ വരുന്ന ഡ്രസ്സൊക്കെ നല്ല ഭംഗിയാണ്. ഇത് നല്ല സുഖമുള്ള ഡ്രസ്സാണ്, നല്ല ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്. നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള പ്യുവർ ബനിയൻ സ്റ്റഫിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. അത് നല്ല കംഫർട്ടബിൾ ആണ് ഇത് ഇടാനായിട്ട്. ഇതിനുള്ളിൽ നമ്മൾ ഇന്നർ ഇടണ്ട, ഇത് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വന്നേക്കുന്ന ഒരു ഇതാണ് കേട്ടോ അറ്റാച്ച്മെന്റ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. പലതവണ ഇട്ടിട്ടുണ്ട്, നല്ല കംഫർട്ടബിൾ ആണ്. അപ്പൊ ഇതൊക്കെ തന്നെ കേട്ടോ ഇന്നത്തെ എന്റെ കളക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡ്രസ്സുകളോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം അറിയിക്കാനുണ്ടെങ്കിൽ അതും പറയാം. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ കാണുന്ന എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.